ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ക്രൗൺ ചക്ര അഥവാ സഹസ്രാര ചക്ര കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ചക്ര പറയുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീയ നിർവൃതി അല്ലെങ്കിൽ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ഏറ്റവും മുകളിലത്തെ ചക്ര, ഏറ്റവും ഉന്നതിയിലെ നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിക്കുന്ന ഒരു ചക്രയാണ് സഹസ്രാര ചക്ര അഥവാ ക്രൗൺ ചക്ര എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ചക്ര മറ്റേതെങ്കിലും ചക്രയെക്കാളും എല്ലാ തലത്തിലും ഭൗതിക തലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ആത്മീയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചക്രയാണ്. ഈ ഒരു മറ്റ് ചക്രാസ് നമ്മൾ ശരീരവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചക്രയാണ്. അതായത് നമ്മുടെ ശരീരത്തിനൊരു ഭാഗങ്ങളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. തേർഡ് ഐ ചക്ര വരെ നമ്മുടെ തൃക്കണ്ണ് ആ ഒരു ഭാഗം. ക്രൗൺ ചക്രയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം എന്നുള്ളൊരു സങ്കല്പം, അതായത് ആത്മാവിലേക്ക് മാറുന്ന അതായത് നമ്മൾ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. കാരണം അത് നമുക്ക് ശരീരത്തിൽ തൊട്ട് കാണിക്കാൻ പറ്റുന്ന തലത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല ക്രൗൺ ചക്ര. അതുകൊണ്ട് തന്നെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ശരീരത്തിന് തലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ പറയുമല്ലോ ക്രൗൺ, അതായത് നമ്മൾ കിരീടം വയ്ക്കുന്ന പോലത്തെ ആ ഒരു ഭാഗം നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടൊരു ക്രൗൺ പോലെ നിൽക്കുന്ന ഒരു ദൈവികത നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും. ദൈവികമായിട്ടുള്ള ഒരു ദൈവികത, ഏതെങ്കിലും ദേവി അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വലായിട്ടിൻ്റെ അപ്പുറത്തേക്ക് റിലീജിയസ് ആയിട്ട് പറയുമ്പോഴും ആ ഒരു ക്രൗൺ, ഒരു വലയം തലയ്ക്ക് മുകളിലായിട്ട് കാണുന്നുണ്ടാവും. ആ ഒരു ചക്ര, ആ ഒരു സ്പേസാണ്, ആ ഒരു നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല എങ്കിൽ കൂടിയും നമ്മുടെ ശരീരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചക്ര എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചക്രയാണ്. മറ്റ് ചക്രാസ് എല്ലാം ബാലൻസ് ചെയ്തിട്ടുള്ളവരിലാണ് ഈ ഒരു ചക്ര മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു 7 ഡേ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്രൗൺ ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു തലം നമ്മുടെ ശരീരത്തിലില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ചക്ര സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് എന്നുള്ളത് പറയുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലായിട്ടുള്ളവർ, സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തി നിൽക്കുന്നവർ ഈ ചക്ര ബാലൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ചക്ര എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ, സ്പിരിറ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള ബ്ലോക്സ്, ഏത് തരത്തിലുള്ള എനർജി ബ്ലോക്സ് ഉണ്ടെങ്കിൽ പോലും, ഏതെങ്കിലും എനർജി ബ്ലോക്സ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ചക്ര ഒരിക്കലും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു ക്ലിയർ സെറ്റ് ഗോൾസ് ആവശ്യമാണ്. നമ്മൾ ചക്ര ബാലൻസിങ്ങിന് പറയുമ്പോൾ മറ്റ് ചക്രാസ് ബാലൻസ് ചെയ്തൊരു സ്ഥിരമായിട്ടുള്ളൊരു ജീവിത രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബാക്കിയുള്ള ചക്രാസ് ബാലൻസ് ആയിട്ട് ഈ ഒരു ചക്രയിലേക്ക് ബാലൻസ് ആവാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഹീലിംഗ്, ഒരു പ്രാക്ടീസ് ചെയ്യാവുന്ന റേക്കി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാവരിലും ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിക് ആ ഒരു ഡിവൈൻ കണക്ഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എങ്കിൽ ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആവണം. ജീവിതം നമുക്ക് ശരിക്കും പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യണമെങ്കിൽ, പലരും പറയുന്നത് ആത്മീയതയാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ കുണ്ടലിനി ചക്ര പറയുകയാണെങ്കിൽ കുണ്ടലിനി ബാലൻസ്, കുണ്ടലിനിയിലേക്ക് വരുന്നത് നമ്മൾ മൂലാധാര ചക്രത്തിൽ നിന്ന് ഉയർന്ന് സഹസ്രാരയിലേക്ക് എത്തി. അതിനും അപ്പുറത്തേക്ക് നമ്മളതിൻ്റെ ഫീൽഡ് മാറി മാഗ്നറ്റിക് ഫീൽഡിലേക്കൊക്കെ കടക്കുന്ന ഒരു സിറ്റുവേഷൻ, മറ്റു തലത്തിലേക്ക് കടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ പറയുന്നു. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല. എന്തായാലും നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റംസ്, അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നടക്കില്ല അല്ലെങ്കിൽ ഇത് പ്രായോഗികമല്ല എന്ന് ചിന്തിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് നമ്മളുടെ ഇമോഷണൽ പാറ്റേൺസിൽ ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, ജീവിതം സ്വന്തമായിട്ട് ആസ്വദിക്കുക, നിങ്ങൾ ജീവിതം ലൈഫ് ഫുള്ളി എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു ചക്ര മറ്റു ചക്രാസിനെ പോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്യുക. പിന്നെ മെഡിറ്റേഷനാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗ്രേപ്പ് ജ്യൂസാണ്, മുന്തിരി ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ചക്രയുടെ കളറും അത് തന്നെയാണ്, പേർപ്പിളിഷ് കളറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മറ്റെന്തെങ്കിലും നാട്ടിൽ കിട്ടുന്ന ഈ ഒരു കളറിലുള്ള എന്തെങ്കിലും എടുക്കാം. മുന്തിരി ഏറ്റവും എളുപ്പം കിട്ടുന്നതായതുകൊണ്ട് ഇവിടെ മുന്തിരി എടുത്തെന്ന് മാത്രം. അപ്പോൾ പേർപ്പിൾ കളർ എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അഫർമേഷൻ എന്ന് പറഞ്ഞത് ഐ ആം റെഡി ടു കണക്ട് ടു മൈ ട്രൂ സോഴ്സ് ടു മാനിഫെസ്റ്റ് മൈ ഡിസയേഴ്സ്. അപ്പോൾ ഈ ഒരു ഡിസയർ എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ചില ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം
നമ്മൾ ഡിസയർ എന്ന് പറയുമ്പോൾ നമ്മളതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് പലരും. ഡിസയർ എന്ന് പറഞ്ഞാൽ പലരും ഭൗതികമായിട്ടില്ല, പണം, സമ്പത്ത്, കരിയർ ഇങ്ങനെയുള്ള കാര്യത്തിലാണ് പലരും ഡിസയർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് ചില ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന്, ഐ ലീൻ ഇൻ ടു മൈ ഇന്നർ വേൾഡ് ഓഫ് ലിമിറ്റ്ലെസ് മിറാക്കിൾസ്. I lean into the inner world of limitless miracles. I'm surrendering to the divine will of the cosmos. I'm surrendering to the divine will of the cosmos. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു തലത്തിലുള്ള, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് I'm surrendering to the will of the universe എന്നുള്ള രീതിയിൽ. I am my inner guide. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അഫർമേഷനായിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങൾ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസ് കയ്യിലെടുത്തിട്ട് അഫർമേഷൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അഫർമേഷനും ഇതുപോലെ ഈ കളറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു.